ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ബി എം ആർ എടുക്കാൻ പോവാണ്. ബി എം ആറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ബി എം ആർ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നോവയിലാണ് പോകുന്നത്. ഇന്നോവ ഇന്നലത്തെ നല്ല നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി അവിടെ പോയില്ലേ. അപ്പം ബസ് എടുക്കാൻ പോയപ്പം നമ്മളെ ചെറുക്കൻ ഇതിനെ തിരിച്ചു കൊണ്ടുവന്നിടാൻ വന്ന വഴിക്ക് പഞ്ചറായെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഇത് പഞ്ചർ ഒട്ടിച്ചിട്ട് നമ്മുടെ ഇതിൽ കയറ്റിയിട്ടതാണ് ഗ്യാരേജിനകത്ത്. അത് ഈ ബാക്ക് ടയറാണ്, ഈ ടയറാണ് പഞ്ചർ അയക്കുന്നത്. ഓക്കെ, അപ്പം അതിന് വല്ലാത്ത ഒരു ഇതുപോലെ തോന്നുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പറൊന്ന് ഇടിച്ചായിരുന്നു ചെറുതായിട്ട്. അത് പക്ഷെ വലിയ കുഴപ്പമില്ല. ഇന്ന് മിക്കവാറും അതിൻ്റെ അപ്പുറം തട്ടുമായിരിക്കും. ഓക്കെ, ഇന്ന് നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്താൽ തന്നെ ഇറങ്ങാണ്. നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി ബി എം ആർ എടുക്കാൻ പോയ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഞാനത് മറന്നുപോയി ഗൈസ്. എന്തോ ചെയ്യാനാണ് ഈ പല കാര്യമായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നു പോയി. പിന്നെ നമ്മൾ വിഷയം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആക്കുന്നതാണ്. നമ്മൾ അത് ആലോചിച്ചിട്ട് പറയാം എന്തുവാ. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഗൈസ്. അപ്പം തരേണ്ടത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇപ്പം ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ ബ്ലോക്ക്. ഓക്കെ, നമുക്കപ്പം സുഖമായിട്ട് പോകാൻ പറ്റി. ഇന്നലെ എന്ന് പറയാം 2 ദിവസത്തേക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും ബ്ലോക്ക്. അത് നിങ്ങൾ വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുക്കുന്നതാണ്. ഓക്കെ, അതെ അല്ല അവിടെ നമ്മുടെ വണ്ടി ഒന്ന് തട്ടി തുമ്പെന്നാണ്ട്. ഓക്കെ, അതൊന്നും വിഷയമില്ല. നമുക്കൊന്നും വിഷയമല്ല ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോകണം. അപ്പം അതുകൊണ്ടാണ് നമ്മളിതൊന്നും നോക്കാത്തത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് പാറത്താം. നമുക്ക് പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മുടെ ചാനൽ നല്ല വീഡിയോകൾ വരും. ഇപ്പം തന്നെ നല്ല വീഡിയോകളാണ് വരുന്നത്. നിനക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയത്തില്ല. കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോ ആദ്യം ഒന്ന് കയറി കണ്ടിട്ട് എല്ലാവരും ബാക്ക് അടിച്ച് കളയാണ്. നമ്മളെ വീഡിയോ ഫുള്ളൊന്ന് കാണുക ഗൈസ്. കഷ്ടമാണ്. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടാണ് എഡിറ്റ് ചെയ്തും വീഡിയോ എടുത്തും എല്ലാം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്ര പറഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ അങ്ങ് പാറത്താം. ഓക്കെ ഗൈസ്, അപ്പം ഇന്നെന്തായാലും ബ്ലോക്ക് ഒന്നുമില്ല വലിയ രീതിയിൽ. ഓക്കെ, ഈ റോഡ് ഭയങ്കര വളവൊക്കെയാണ് ഗൈസ്. ഓക്കെ, ചുരത്തിൻ്റെ മേളിലായി നമ്മൾ ഈ വീട് മേടിച്ചത് കൊണ്ട് മൊത്തം ഇങ്ങനെ വളവും തിരിവൊക്കെയാണ്. അതുകൊണ്ട് വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി എം ആർ ഇനിയും വരുമ്പം അടി തട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിവിടെ നിന്നാണ് കയറേണ്ടത്. നമ്മൾ ഇന്ന് വേറെ വഴിയാണ് പോകുന്നത്. ഷോർട്ട് കട്ട് പിടിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ തുടരുന്നതാണ്. നമ്മൾ എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി നേരെ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ റെയിൽവേ ക്രോസ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്ന രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വണ്ടി കാണാനാവും. തൊട്ടിയല്ല നമ്മുടെ വണ്ടിയല്ല വർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. സുരേഷ് ചേട്ടൻ എപ്പോൾ വന്നാലും ഇവിടെ കാണത്തില്ല. ഓക്കെ ഗേൾസ്, നമ്മൾ ചെക്കിൻ കിടക്കുന്ന കിടപ്പുണ്ട്. നമ്മൾ ആ കാർട്ടൽ പറയുന്ന പേരങ്ങ് അടിച്ച് പറത്തി ഇപ്പം നമ്മുടെ പേരാക്കിയിട്ടുണ്ട് പ്രഡേറ്റർ. അതിൻ്റെ എഡിഷൻ നെയിം കണ്ടോ ഗൈസ്, ചന്ദ്രനാക്കിയിട്ടുണ്ട്. ആ ഇമ്മോർട്ടൽ ലേഡി എന്ന് കണ്ട് ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ച ഈ സ്റ്റിക്കർ ലൈറ്റ് വെച്ച് നമ്മൾ ഇച്ചിരി ഭാഗം ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ ആ പച്ച ലൈറ്റ് മാത്രമേ മാറ്റം വരുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഫുള്ള് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ സൈഡിൽ കോളഞ്ചിലും കുറച്ചൊട്ടിച്ച് പിന്നെ നമ്മുടെ അവരിങ്ങനെ വട്ടം പോലെ കാണുന്ന സാധനം ഡോറിൻ്റെ മേലെ 2 സൈഡിലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്ത ഒരു ഇതാണ്. നമ്മുടെ ഗ്യാരേജിൽ പുതിയതായിട്ട് ഇറക്കിയ സംഭവമാണ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ട പ്രൊഡക്റ്റ് ട്രാവൽ ഹബ്ബെന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻസാൻ സ്വാങ് എന്നാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഗ്ലാസിന് മേലെ. പിന്നെ വീൽ കപ്പ് നമ്മുടെ കസ്റ്റമൈസ് ചെയ്യലാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ കൂളിംഗ് ഫിലിം നമ്മൾ നല്ല പോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി വന്നാണ്ട് ഒരു ലേഡിയുടെ ഒരിതാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ പേര് ചന്ദ്രൻ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ലേഡിയുടെ ഒരു സംഭവമാണ്. പിന്നെ അവിടെ ചന്ദ്രൻ ബാക്കി വേറെ ഒരു ഫോണ്ടിലാണ് കൊടുത്തേക്കുന്നത്. ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ബാക്ക് ഫുള്ള് കൂളിംഗ് ഫിലിം ഒട്ടിച്ചേക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈഡ് കാണാം. ഇനി ഈ സൈഡും വലിയ പിന്നെ KL 30 എന്നാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാൻ്റെ കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ്. 2 സൈഡിലും വേറെ രീതിയിലൊക്കെയാണ്. പിന്നെ ആണ് പ്രൊഡക്റ്റ് ട്രാവൽ ഹബ്ബ് നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ അല്ലാതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ അവരുടെ അതിന് കൊണ്ടുവന്നപ്പം ഫ്രണ്ട് ഗ്ലാസ്
തൊണ്ണൂറ്റി എത്രഞ്ഞാതി ശതമാനം ഈ കൂളിംഗ് ഫിലിം ഒടിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ടിലത്തെ ക്ലാസ്സിൽ നമ്മളത് കുറച്ചു. നമ്മൾ 25% ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത്രയും മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പോകുമ്പോൾ കാണത്തില്ല. അത് തന്നെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ തീർന്ന്. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ക്ലാസ്സിൽ നമ്മൾ കുറച്ചിട്ടുണ്ട്. സൈഡ് ക്ലാസ്സിൽ നമ്മൾ കൂട്ടി, അവർ കുറച്ചിട്ടേക്ക് വരണം. ഓക്കെ, അപ്പം നമ്മുടെ ചന്ദ്ര എന്നുള്ള പേരിൽ ഒരു പെണ്ണിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരു ലേഡി ടെററായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഇമ്മോർട്ടൽ ലേഡി എന്നാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ബസ്സിൻ്റെ പകുതി അപ്പറായിട്ട് മേളിലോട്ട് വന്ന് ഗ്ലാസിൻ്റെ അവിടുന്ന് ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. നമ്മളത് മാറ്റി നമ്മുടെ ഇതായിട്ട് ചെയ്ത് ഫുള്ള് നമ്മൾ വൈറ്റ് ആക്കി. നമുക്ക് വൈറ്റ് വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഇനി ഒരു കളർ വണ്ടി ഇറക്കുന്നതാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ വണ്ടിയുമായിട്ട് നമുക്ക് ഇനി വീട്ടിലോട്ട് ചെല്ലാം. ഓക്കെ, അങ്ങനെ നമ്മൾ പയ്യൻ കണ്ട വലിയ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ബോണറ്റൊക്കെ അങ്ങ് പൊക്കി കൊടുത്ത് ഗ്ലാസ് എല്ലാം തുറന്നിട്ടു. നമ്മൾ കാറ്റൊക്കെ ഒന്ന് കയറട്ടെ. ഓക്കെ, നമ്മളിനി വണ്ടി നേരെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഓക്കെ ഗൈസ്, പിന്നെ ഒരു കാര്യം, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ വണ്ടിയും കൊണ്ട് അങ്ങ് ഇറങ്ങാം. ഇതെല്ലാം കിടിലം വർക്കാണ്. നമ്മളെല്ലാം ഒന്ന് പരിശോധിക്കുകയാണ്. അതാണ് ഈ ലേറ്റ് ആവുന്നത്. എല്ലാം നോക്കി. ഓക്കെ, നമുക്ക് പതിയെ അങ്ങോട്ട് എടുക്കാം. വലിയ ചാട്ടമൊന്നുമില്ല ഗൈസ് വണ്ടിക്ക്. പഴയ വണ്ടിയല്ലേ, പഴയ മോഡൽ വണ്ടിക്ക് ഒന്നും ഒത്തിരി ചാട്ടം പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ വണ്ടിക്ക് അകത്തോട്ട് കയറി. ഗൈസ്, നമുക്കിനി ഇവിടെ ബ്ലോക്ക് കാണും. റെയിൽവേ ക്രോസ് ആയതുകൊണ്ട് നമുക്ക് ഇറക്കാൻ പാടായിരിക്കും. അപ്പം നോക്കിയിട്ട് നമുക്കൊന്ന് ഇറക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്നായിരുന്നു. അതാണ് വീഡിയോ കട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരുന്നു. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികളല്ലേ ഇവിടെ വന്ന് ബ്ലോക്കായി കിടക്കണം. എന്തോ അറിയില്ല ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നു. എന്തോടെ ഇതടച്ചു റെഡ് ഗൈസ്, ട്രെയിൻ അങ്ങനെ പോയി. ഓക്കെ, നമുക്കിനി അങ്ങനെ എടുത്തോണ്ട് പോയേക്കാം. ഓക്കെ, നമുക്ക് ഈ സൈഡ് പിടിച്ച് ഞാൻ പോകാം. ദേശപ്പം നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുന്നതാണ്. അപ്പം ആ വണ്ടി നമ്മൾ ഇതുപോലെ കളറായിട്ടാണ് അടിച്ചിറക്കുന്നത്. ഇതുപോലെ അല്ല ഇറക്കുന്നത്. ഓക്കെ, നമ്മൾ നല്ല കളർ വണ്ടിയാണ് ഇറക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഗേസ് നമ്മുടെ നെയിം ബോർഡ് ചെറുതായിട്ടൊന്ന് ഓണാക്കി. ഓക്കെ, പാസൊക്കെ അടിച്ച് നമ്മളൊരു പുറത്തുകയാണ് ഗേസ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. ഓക്കെ, അപ്പം ലേലാൻഡിൻ്റെ സ്റ്റിയറിങ് പിടിക്കുമ്പോൾ ഒരു സുഖം വേറെ ഏത് വണ്ടി ഓടിച്ചാലും വരത്തില്ല ഗേസ്. അതും പഴയ സ്റ്റിയറിങ്. ഓക്കെ, ഇപ്പോഴത്തെ സ്റ്റിയറിങ് ഒന്നും വലിയ ഇതില്ല, എന്നാലും കൊള്ളാം. ഓക്കെ ഗേസ്, അപ്പം നമുക്ക് നേരെ ഇവിടെ നിന്ന് പറയാം. ഓക്കെ ഗേസ്, അപ്പം നമ്മൾ മണ്ണിട്ട് റോഡിലെത്തിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പണി കിട്ടാൻ പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ആര് തട്ടല്ലാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുതിയ വണ്ടിയാണ്. അതുകൊണ്ട് ഓക്കെ, തട്ടുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഓക്കെ, പോട്ടെ. ഓക്കെ 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 ഗീസ്, പോട്ടെ. അടിയൊന്നും തട്ടാതെ പോട്ടെ. ഒന്നും പറ്റില്ലേ. ഓക്കെ ഉദ്ദേശിച്ച് പിന്നെ നമ്മുടെ ഇതിനകത്ത് സൗണ്ട് വർക്ക് ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോ. നമ്മളിപ്പോൾ പാട്ടൊന്നും ഇടുന്നില്ല. പിന്നെ നമ്മുടെ ഇത് എന്തുവാ ബ്ലൂടൂത്ത് ഒന്നും കണക്റ്റ് ആക്കിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കിളിച്ചെറുക്കൻ വണ്ടിക്ക് അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. നീ എവിടാറേ അണ്ണൻ എന്തോ അണ്ണാ, ഞാൻ ഈ വണ്ടിക്കകത്തുണ്ടണ്ണ. അണ്ണൻ പേടിക്കാതെ. ഞാൻ ഈ നമ്മുടെ വർക്കൊക്കെ ഒന്ന് കാണാൻ കയറിയതാ. ഓക്കെ അണ്ണാ, നല്ല വർക്കാണ്. മോനെ, നമ്മളെ വണ്ടിയല്ലേ, നല്ല വർക്കിലേ ഇറക്കൂ. നീ ആ അടിയൊക്കെ തട്ടുന്നുണ്ടോന്നൊന്ന് ഇറങ്ങി നോക്ക്. അണ്ണാ, ഞാൻ നോക്കുന്നുണ്ടണ്ണാ. നിങ്ങൾ നല്ലപോലെ വണ്ടി അങ്ങോട്ട് ഓടിച്ചോണ്ട് അങ്ങ് പൊക്കോ. ഞാനുണ്ട് എല്ലാത്തിനും. ഓക്കെ, പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ചേർത്ത് നല്ല സപ്പോർട്ടാണ്. ഓക്കെ, നമുക്കിനി ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ പറത്തി അടിച്ച് നമ്മുടെ ചുരം കയറാൻ തുടങ്ങുകയാണ്. ഇനി വലിയ ടാസ്ക് ഒന്നും കാണത്തില്ല. ഇനി ചെറുതായിട്ട് അടിയൊക്കെ തട്ടിയാലേ ഉള്ളൂ. പക്ഷെ തട്ടത്തില്ലെന്നാണ് എനിക്ക് ഉറപ്പ്. ഓക്കെ, അപ്പം നമ്മൾ പറത്തി അടിച്ച് പോയേക്കാം ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ ഒന്നുകൂടെ പറയാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ പിള്ളേരെ, ഈ അണ്ണൻ പറയുന്ന കൂട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടു. നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നമ്മുടെ അണ്ണൻ ഒരു പാവപ്പെട്ടവനാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നാൽ എങ്ങനെയാണ്? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കിളിയണ്ണനാണ് പറയുന്നത്, കിളിയണ്ണൻ. ഗൈസ്, ഈ ചെറുക്കൻ ചുമ്മാ ഇവിടെ കിടന്നെന്നൊക്കെ പറയുകയാണ്. അവൻ പറയുന്നത് ശരിയാണ്. നമ്മൾ പാവപ്പെട്ടവനൊന്നുമല്ല, ഒത്തിരി പാവപ്പെട്ടാനൊന്നുമല്ല. എന്നാലും നമ്മുടെ ഈ കുറച്ച് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ ബസ്സെടുത്തതും ഓട്ടം പോയി എല്ലാമാണ് ബസ്സെടുത്തത്. ഒക്കെ ഗായ്സ്, അപ്പം ചെറുക്കൻ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തിനാ? ഓക്കെ, അപ്പം ഗസ് നമുക്കിനി നേരെ ഇവിടെ നിന്നിട്ട് പറത്തി അങ്ങോട്ട് വിടാം. ഗസിന് 2 വളവും കൂടെ നട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചില്ലേ. ഓക്കെ, ഒരു പെട്ടിക്കട ഞാൻ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട്.
ഓക്കെ. അണ്ണ എന്തുവാണ് അണ്ണൻ അണ്ണൻ്റെ വീടിൻ്റെ അടുത്തുള്ള പെട്ടിക്കടയൊന്നും അറിയത്തില്ല. അണ്ണൻ എന്താ എവിടെ ജീവിച്ച് നടക്കുന്നത്? അണ്ണൻ എന്തോ ഇങ്ങനെ നടക്കുക ചുമ്മാതെ. വേണ്ടണ്ണ വേണ്ടണ്ണ ഒരുത്തം കുത്തിക്കയറ്റുന്നണ്ണ സൈഡിൽ കൂടെ. എടാ അവൻ കുത്തി കയറ്റി അവനെ വരെ പോവാനാ. നമ്മളെ വണ്ടി ഇവിടെ കിടക്കും, അവൻ എങ്ങും പോകത്തില്ല. നമ്മളെ വണ്ടിയാ ഇവിടെ മെയിൻ. ഓക്കെ, അപ്പം നമ്മൾ വീടെടുത്താറായി. ഓക്കെ, ഇനി ഈ വളവും കൂടെ ഉള്ളു. ഓക്കെ ഗൈസ്, ഇവിടെ ബ്ലോക്കായി. അണ്ണ ഭയങ്കര ബ്ലോക്കാണല്ലോ. അണ്ണൻ ആ സൈഡിൽ കൂടെ അങ്ങ് വെച്ച് അലക്കിക്കോ. ഞാനുണ്ട് ഇവിടെ. ഞാനല്ലാതെ പിന്നെ ആര്? അണ്ണൻ തകർത്തങ്ങോട്ട് വിടണ്ണ. എങ്ങും തട്ടത്തില്ല, പറത്തിക്കോ. ഓക്കെ, പറത്തി വിടണ്ണ അങ്ങോട്ട്. എടാ നീ പറയുന്നോട്ട് അങ്ങനെ പറത്തിയൊന്നും വരാൻ പറ്റത്തില്ല. നമ്മുടെ പുതിയ വണ്ടിയാ. എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ എന്തുവാ മോശമല്ലേ? പുതിയ വണ്ടി എടുത്തോണ്ട് വരുമ്പോൾ തട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പിള്ളേർ എന്തെങ്കിലും ഒക്കെ വിചാരിക്കത്തില്ലേ? ഓ അത് ശരിയാണ്. ആ ഞാനെന്നാ സ്ഥലം പറഞ്ഞുതരാം. അണ്ണൻ കയറ്റിക്കോ. പോട്ടെ 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 പോട്ടെ. എടാ അടി തട്ടുമോ നോക്കടാ. എടാ നമ്മളെ ലിപ്പ് തട്ടിയ പണിയാവൂവേ. അണ്ണാ തട്ടത്തില്ല അണ്ണാ, ഞാനല്ലയോ പറയുന്നേ. നിങ്ങൾ അങ്ങോട്ട് ഇടണ്ണ. എന്തുവണ്ണ ഇത്? ഞാൻ പിന്നെ എന്തോ ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്നേ. അണ്ണൻ കണ്ട വണ്ടി ആ ഫ്രണ്ടിലോട്ട് ഇട്ടേ. അണ്ണ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അണ്ണ ഫ്രണ്ടിലോട്ട് ഇടണ്ണ. എടാ ഫ്രണ്ടിലോട്ട് ഇടാവണ പൊട്ട. നമ്മളിങ്ങനെ കയറ്റുമ്പോഴേ വളയ്ക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്രണ്ട് ചെന്ന് തൂണയുണ്ട്. തൂണ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി പണിയായി കഴിഞ്ഞാൽ നീ എഴുതിയാക്കൂടാ. ഓ സോറി അണ്ണ, ഞാനത് മനസ്സിലാക്കിയില്ല അണ്ണ. അതുകൊണ്ടാണ്. അണ്ണൻ പതുക്കെ എടുത്താൽ മതി അണ്ണ. നമുക്ക് ക്യൂരിയോസിറ്റി ആയിപ്പോയി. വണ്ടി പുതിയ വണ്ടിയല്ലേ. പുതിയ വണ്ടി പുതിയ മുറ്റത്തോട്ടൊക്കെ വരും. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു വലിയ രസമില്ലേ അണ്ണ? അതിൻ്റെ ഒരു ചാട്ടത്തിന് ഞാൻ പറഞ്ഞ ഗേസ് അണ്ണ. അയ്യോ ഗേസ് എന്ന് ഞാനാണ് പറഞ്ഞത് അണ്ണ. സോറി അണ്ണ. എന്തായാലും ഞാനങ്ങ് പറയുവാണ് അണ്ണാ. ആ ലൈറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. പിള്ളേരൊക്കെ ഒന്ന് കാണണ്ടേ. ഓ റോഡേ പോകുന്നവരൊക്കെ ഒന്ന് കാണണ്ടേ. പിന്നെന്താണ് അവനെ നമ്മൾ ലൈറ്റ് ഇടാതെ പിന്നെ എന്തെടുക്കാനാ? ലൈറ്റൊക്കെ എന്നിട്ടിടും. നമുക്കിനി വണ്ടി നേരെ പുറയിലോട്ടങ്ങ് എടുക്കാം. നമുക്കിനി കൊണ്ടുവരാം. ഭയങ്കര ക്ഷീണോടാ. ഒത്തിരി ഓടിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. അവിടെ നിന്ന് എവിടെ വരെ ഓടിയില്ല. അതിൻ്റെ ആയി തോന്നുന്നു ഭയങ്കര ക്ഷീണം. അതെ അണ്ണ. അണ്ണൻ പുറയിലോട്ട് എടുത്തോണ്ടാ വണ്ടി. ഞാൻ നോക്കിക്കോളാം, സ്ഥലം നോക്കിക്കോളാം. പോട്ടെ പോട്ടെ പോട്ടെ. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ ഇത്ര ഓടിയേണ്ടൊക്കെയാന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ വേറെ ഒരു വണ്ടിയിലായിരുന്നു അണ്ണ ഓട്ടത്തിന് പോയേ. അപ്പം അതിൻ്റെ കൂടെ തോന്നി. ഇന്നലെ പോയിട്ട് വന്ന് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുമല്ലോ. അപ്പോഴത്തേക്ക് അണ്ണൻ എന്നെ വിളിച്ച്. പിന്നെ നമ്മുടെ മറ്റേ പ്രഡേറ്റർ വേട്ടക്കാരൻ പോയിട്ടുണ്ട് ഓട്ടത്തിന്. അത് അണ്ണാ ആ വണ്ടി കിളിയോ അണ്ണാ. പക്ഷേ അതെല്ലാം എനിക്ക് ഇതുവരെ കിളിയായിട്ട് വരാൻ പറ്റിയിട്ടില്ല. നമുക്കപ്പം ഞാനിനി അടുത്ത വീഡിയോയിൽ അതേ കിളിയായിട്ട് വരുന്നതാണ് അണ്ണ കേട്ടോ. ഓക്കെ അണ്ണ, എന്നെ വിളിക്കണേ അണ്ണ. എടാ പയ്യ, നിന്നെയല്ലോ ഞാൻ ആരെയാടാ വിളിക്കുന്നേ. നീ വിഷമിക്കാതെ. നീ നമ്മുടെ വണ്ടി കിളി, നീ മെയിൻ കിളിയാ. ഓക്കെ, അപ്പം നമുക്ക് നാളെ വണ്ടി പുറയിലോട്ടെടുക്കാം. അപ്പം പോട്ടെ 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 പോട്ടെ. ഞാനാണല്ലോ പോട്ടെ എന്ന് പറയുന്നത്. നീ ഇല്ലല്ലോ പറയണ്ടേ. ജോഡി അണ്ണൻ കയറി പറഞ്ഞതിന് ഞാൻ എന്തോ ചെയ്യാനാ? അണ്ണനെ ഓരോ വട്ട് കാണിക്കുന്നതിന് ഞാൻ എന്തോ ചെയ്യാന്? അണ്ണ ഞാനങ്ങ് അങ്ങ് പൊക്കോട്ടെ അണ്ണ. എൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി. അണ്ണൻ വണ്ടി കയറ്റിയിടത്തില്ലേ? ആടാ ഞാൻ എന്തോ ഗൂഗിൾ പേ ചെയ്തേക്കാ. നീ പൊക്കോ. നീ നല്ല ഓട്ടം പോയതല്ലേ. ഓക്കെ, നീ പോയിട്ട് പോടാ. അടുത്ത ഓട്ടത്തിന് വന്നേക്കണം. ഓക്കെ അണ്ണ, നമ്മൾ അടുത്ത ഓട്ടത്തിന് വന്നിരിക്കും. ഓക്കെ ആണ്. അപ്പം ശരി ദേശപ്പം നമ്മൾ വണ്ടി കയറ്റി ഇടാൻ പോകണം. നമ്മൾ ഇവിടോട്ടാണ് വണ്ടി ഇടുന്നത്. ഇവിടെ ഫുള്ള് കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ കാറ് കയറി കിടക്കുന്ന കൂട്ടി ഇതിനകത്ത് കയറത്തില്ല. നമുക്കപ്പം അതിൻ്റെ ഇവിടെ വരെ കയറത്തുള്ളൂ. ഓക്കെ, ഇത്ര മതി ഇത്ര മതി മതി മതി. ഓക്കെ ഓക്കെ ബിസപ്പം നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് ഓഫാക്കിയിട്ട് കാണാം. ഓക്കെ കേസ്. അപ്പം നമ്മൾ വണ്ടി കയറ്റിയിട്ടിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ വണ്ടി. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വണ്ടി ഇഷ്ടപ്പെട്ട കാര്യം എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതാണ് വരെ. ഓക്കെ, ബൈ ബൈ.